എടാ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. OV വിജയൻ എന്നുള്ള റൈറ്ററിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണത്. നമുക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ പേര് ആഫ്റ്റർ ദ ഹാങ്ങിങ്. മലയാളം ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള കടൽ തീരത്ത്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ആഫ്റ്റർ ദ ഹാങ്ങിങ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. OV വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബൈലിംഗ്വൽ റൈറ്ററാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതും. ഒരു ജേർണലിസ്റ്റാണ്, കാർട്ടൂണിസ്റ്റാണ്, പൊളിറ്റിക്കൽ കമൻറ്റേറ്ററും കൂടിയാണ് OV വിജയൻ. മറന്നു പോരുത് കാർട്ടൂണിസ്റ്റ് എന്നുള്ള കാര്യം. മോഡേണിസ്റ്റ് റൈറ്ററാണ് അദ്ദേഹം. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റൈറ്ററും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാൻറ്റസി ചേർത്തും എഴുതും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം കേട്ടോ. പിന്നെ ഈ ഒരു ആഫ്റ്റർ ദി ഹാങ്ങിങ് എന്നുള്ളത് ആഫ്റ്റർ ദി ഹാങ്ങിങ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ആഫ്റ്റർ ദ ഹാങ്ങിങ് എന്ന് പറയുന്നത് ഒരു പുവർ ആയിട്ടുള്ള ഒരു ഇല്ലിറ്ററേറ്റ് മാനിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ തൂക്കിലേറ്റം വിധിച്ചേക്കുവാണ്. അപ്പോൾ മകനെ കാണാൻ വേണ്ടി അദ്ദേഹം കണ്ണൂർ പോവുകയാണ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു ചെറിയ പൊതിച്ചോറുമായിട്ട്. അപ്പം ആ ഒരു എപ്പിസോഡാണ് ഇവിടെ ഒരു ഷോർട്ട് സ്റ്റോറിയാക്കി വെച്ചേക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഹാങ്ങിങ് എന്താണ് സംഭവിക്കുന്നത്, പിന്നെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ അണ്ടർടോൺസ് ഒക്കെ ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറിയും കൂടി ആണ് കേട്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷം എടുത്തിട്ടാണ് ഈ ആഫ്റ്റർ ദ ഹാങ്ങിങ് ആൻഡ് അതർ സ്റ്റോറീസ് എന്നുള്ള ഷോർട്ട് സ്റ്റോറി OV വിജയൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം 25 വർഷത്തിൽ ഏറെ ആയിട്ട്, അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്നത് അധികാരത്തിനെക്കുറിച്ചും അധികാരം ഉണ്ടാക്കുന്ന പേടിയെക്കുറിച്ചും ഭയത്തിനെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. പവർ ആൻഡ് ടെററിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയും എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ 1975 ഡിക്ലെയർ ചെയ്ത എമർജൻസി പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിലെ പോലീസ് ബ്രൂട്ടാലിറ്റിയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് ഇൻഡയറക്ട്ലി പറഞ്ഞു പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 58 ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ്റിന്, അതായത് പോലീസിന് പൂർണ്ണ അധികാരവും അതായത് എന്ത് ചെയ്താലും ആളുകളെ ഒരു ഇതും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവറും കൊടുത്തിരുന്നു എമർജൻസി പീരീഡിൽ പോലീസിന്. പോലീസ് റൂളായിരുന്നു ആ സമയത്തെല്ലാം, കേരളത്തിലും ഇല്ല. അപ്പോൾ ആ സമയത്ത് P രാജൻ എന്ന് പറഞ്ഞത് റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. P രാജൻ എന്ന് പറയുന്ന ഒരാളെ 1976 പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നക്സലൈറ്റുകളുടെയൊക്കെ ഒരുപാട് ശല്യം ഉള്ളതുകൊണ്ട് ഇയാളെ നക്സലൈറ്റ് എന്നുള്ള പേരിൽ കള്ളക്കേസിട്ട് കുടുക്കിയതാണെന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ലോക്കപ്പിൽ വെച്ച് കസ്റ്റഡിയിലിരിക്കാൻ തന്നെ പോലീസുകാർ കൊന്നു, ബ്രൂട്ടലായിട്ട് ഉരുട്ടിക്കൊല നടത്തി. അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈശ്വര വാര്യർ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ഒരു പ്രൊഫസറാണ് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു, കേസ് കൊടുത്തു. അങ്ങനെ ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ ചീഫ് മിനിസ്റ്റർ കരുണാകരനായിരുന്നു. ഇപ്പോൾ കരുണാകരനൊക്കെ അവസാനം രാജിവെക്കേണ്ടി വന്നു ഈ ഒരു കേസ് കാരണം. അപ്പോൾ ആ ഒരു കേസിൻ്റെ എന്ന് വെച്ചാൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള രീതിയിലാണ്. അതായത് പോലീസ് ബ്രൂട്ടാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സമയത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പായിട്ടുള്ള ആ ഡിക്റ്റേറ്റർ റൂളിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ആ എമർജൻസി പീരീഡിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഡയറക്റ്റ്ലി പറയുന്നില്ല, ഇൻഡയറക്ട്ലി ഈ കേസുമായിട്ട് ഈ ഒരു ഷോർട്ട് സ്റ്റോറി സംവാട്ട് റിലേറ്റഡ് ആണ്. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് വെള്ളായപ്പനാണെന്നും വെള്ളായപ്പൻ്റെ ഭാര്യയുടെ പേര് അമ്മിണി, വെള്ളായപ്പൻ്റെ മകൻ്റെ പേരാണ്, അതായത് ജയിലിൽ കിടക്കുന്ന ആളുടെ പേരാണ് കണ്ടുണ്ണി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ എന്തിനാ പിടിച്ചുകൊണ്ട് പോയി ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ടുണ്ണിക്കും അറിയത്തില്ല, വെള്ളായപ്പനും അറിയത്തില്ല. ആരെങ്കിലും കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. പിന്നെ എന്തെങ്കിലും മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. കണ്ടുണ്ണിക്കൊന്നും ഓർമ്മയും ഇല്ല എന്ന് വെച്ചാൽ കണ്ടുണ്ണിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നതെന്ന്. പക്ഷേ അയാളെ തൂക്കിലേറ്റാൻ വിധിച്ചു. അടുത്ത ദിവസം അയാളെ തൂക്കിലേക്കുവാണ്. അത് കാണാൻ വേണ്ടി, അതായത് ആ മോനെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി മോനെ കാണാൻ വേണ്ടി, അവസാനമായിട്ട് കാണാൻ വേണ്ടിയാണ് വെള്ളായപ്പൻ പോകുന്നത് കണ്ണൂരോട്ട്. അപ്പോൾ വെള്ളായപ്പൻ അങ്ങനെ പൈസയൊക്കെ കൂട്ടി വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് അമ്മണിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അത് അത്രയും പൈസ ഇല്ല, ട്രെയിനിൽ പോയി അവനെ കാണാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ മാത്രമേ പോകുന്നുള്ളൂ. ഒരു പൊതിച്ചോറുമായിട്ടാണ് പോകുന്നത്. വൈകുന്നേരമാണ് ഇറങ്ങിയത് ഇദ്ദേഹം. ബാഗിലിട്ട് പൊതിച്ചോറുമായിട്ട് പോവാണ്. ആ പൊതിച്ചോറ് നനഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ, അമ്മണി കരഞ്ഞ് കണ്ണുനീര് ഫുള്ള് അതിനകത്ത് വീണ് നനഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇദ്ദേഹം ഓരോന്ന് ആലോചിച്ചാണ് പോകുന്നത്. വെള്ളായപ്പൻ മകൻ്റെ കുട്ടിക്കാലവും ഓർമ്മകളും എല്ലാം ആലോചിച്ച് പോവാണ്. വഴിക്ക് വെച്ച് കുട്ടി ഹസൻ എന്ന് പറഞ്ഞൊരു
ആളെ കാണുന്നു. അപ്പം അദ്ദേഹത്തിന് 15 നാണയം കൊടുക്കാനുണ്ട്, 15 രൂപ കൊടുക്കാനുണ്ട് വെള്ളായപ്പൻ. അപ്പോൾ കുട്ടി ഹസനെ കാണുമ്പോൾ വെള്ളായപ്പൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി ഹസൻ പറയുന്നു, അത് സാരമില്ല, അത് കയ്യിൽ വെച്ചേക്ക്, മേ ഗോഡ് ബ്ലസ് യു എന്നും പറഞ്ഞ് കുട്ടി ഹസൻ വിടുവാണ്. കുട്ടി ഹസൻ അറിയാൻ എന്താണ് വെള്ളായപ്പൻ്റെ മോൻ അടുത്ത ദിവസം തൂക്കിലേറ്റുവന്ന്. സോ അവരൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് കാണുന്ന ക്യാരക്ടർ നീലി, അത് അലക്കുകാരിയാണ് നീലി, ലോൺഡ്രസ്. അവരും ഇതുപോലെ തന്നെ വെള്ളായപ്പ എന്ന് വിളിക്കുന്നു, നീലി എന്ന് വെള്ളായപ്പൻ തിരിച്ചു പറയുന്നു. അത്രേ ഉള്ളൂ, വേറെ കോൺവെർസേഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ എന്താ, രണ്ടുപേർക്കും അറിയാം എന്താണ് വിഷമത്തിലാണ്, അതുകൊണ്ട് വേറെ കോൺവെർസേഷനും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ചോദിക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളായപ്പൻ എന്താണ്, നദിയുടെ കരയിലോട്ട് പോവുകയാണ്. നദിയൊക്കെ താണ്ടി വേണം അപ്പുറത്തെത്താൻ, റെയിൽവേ സ്റ്റേഷനിലെത്താൻ. നദി കണ്ടപ്പോൾ വെള്ളായപ്പന് തോന്നി വെള്ളായപ്പൻ്റെ അച്ഛൻ്റെ ഡെഡ് ബോഡി, അതായത് വെള്ളായപ്പൻ്റെ അച്ഛൻ്റെ ആ ഒരു ആഷസ് ഒക്കെ, വെള്ളായപ്പൻ്റെ അച്ഛൻ്റെ ഡെഡ് ബോഡി കുളിപ്പിച്ചത് ഈ നദിക്കരയിൽ വെച്ചാണ്. അതുപോലെ തന്നെ മകനെ ആദ്യമായി നീന്താൻ പഠിപ്പിച്ചതും ഈ നദിക്കരയിൽ വെച്ചാണ്. സോ ആ നദി കണ്ടപ്പോൾ വെള്ളായപ്പന് ഒരുപാട് ഓർമ്മകൾ വന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു. വെള്ളായപ്പൻ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കുട്ടിക്കാലം ഓർത്തു. അതായത് മകന് എന്താണ്, പക്ഷിയും ആകാശവും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അവൻ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും അവർ രണ്ടുപേരുടെ ആ ഫീൽഡിൽ നടന്ന കാര്യങ്ങളും എല്ലാം ആർക്കും ഓർമ്മ വന്നു, വെള്ളായപ്പന് ഓർമ്മ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ഒരു ട്രാവലർ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു, കോയമ്പത്തൂരേക്ക് പോവാണോ എന്ന്. അപ്പോൾ വെള്ളായപ്പൻ പറഞ്ഞു, അല്ല, കണ്ണൂർ പോവാണ്, കണ്ണൂർ ട്രെയിൻ 10 മണിക്കേ ഉള്ളെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ എന്താണ് ജോലി കണ്ണൂർ, ചുമ്മാ ട്രാവൽ ചെയ്യുകയാണെന്ന് അവസാനം വെള്ളായപ്പൻ പറഞ്ഞു. വെള്ളായപ്പൻ്റെ ഈ കോൺവെർസേഷനൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല സഹിക്കാൻ. വെള്ളായപ്പൻ പറയുവാണ്, ഇറ്റ് വാസ് എ വേൾഡ് ഫുൾ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. പെട്ടെന്ന് അത് മാത്രമല്ല, അയാളുടെ കഴുത്തിന് എന്തോ കുരുക്കിടുന്ന പോലെ ഈ അനാവശ്യമായ ആളുകൾ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അയാളുടെ കഴുത്തിന് എന്തോ ഒരു കുരുക്കിടുന്ന പോലൊരു എഫക്റ്റാണ് ആർക്കുള്ളത്, വെള്ളായപ്പന്. കാരണം അയാളുടെ മൈൻഡ് മുഴുവനും ഗ്രീഫാണ്. മകനെ കാണാൻ പോകുന്നു, മകൻ ഈ ഒരു അവസ്ഥയെപ്പറ്റി, മകൻ മരിക്കാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയാണല്ലോ. സോ ഹീസ് ഇൻ ടോട്ടൽ ഗ്രീഫ്. എന്നിട്ട് അവിടെ വെച്ച് ഇദ്ദേഹം കണ്ടുണ്ണിയുടെ ആ കുറേ മെമ്മറീസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദെൻ ഉറങ്ങുന്നില്ല ഇയാൾ ഇങ്ങനെ ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. കാരണം എന്താ, മോനും ഇന്ന് ഉറങ്ങില്ലല്ലോ. അപ്പോൾ അത് പറയുവാണ്. പേജ് നമ്പർ 53 പറയുന്നുണ്ട്, ഐ ഡോണ്ട് നീഡ് ടു സ്ലീപ്പ് ബിക്കോസ് മൈ സൺ ഇസ് ഓൾസോ എവേക്ക്. അടുത്ത ദിവസം തൂക്കിലേറ്റാൻ പോകുമ്പോൾ എന്തായാലും രാത്രി ആരും ഉറങ്ങില്ലല്ലോ. സോ അതൊരു നൈറ്റ് ട്രെയിൻ ആയിരുന്നു. പിന്നെ കണ്ണൂർ അതിരാവിലെ എത്തി. ആ പൊതിച്ചോറ് ബാഗിലുണ്ട്. ജയിലിലോട്ട് പോകുന്ന വഴിയൊക്കെ ചോദിച്ചു. അപ്പോൾ ആളുകൾ കളിയാക്കുന്നുണ്ട്, എന്തെങ്കിലും മോഷ്ടിച്ചാൽ മതി, ഉടനെ തന്നെ ജയിലിൽ കൊണ്ടിടുമെന്ന്. അതൊന്നും വകവെക്കാതെ വെള്ളായപ്പൻ ജയിലിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഓഫീസ് പോലും തുറന്നില്ല. അദ്ദേഹം അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ ചോദിച്ചു, നാളെയാണല്ലേ തൂക്കിലേറ്റുന്നതെന്ന്. അങ്ങനെ വെള്ളായപ്പനൊന്നും മിണ്ടിയില്ല. ചായയൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടും വെള്ളായപ്പനൊന്നും തിരിച്ച് പറഞ്ഞില്ല, വേണ്ട എന്നാണ് പറഞ്ഞത്. പൊതിച്ചോറുമായിട്ട് വെള്ളായപ്പൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മകനെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, രാവിലെയായി, ഓഫീസൊക്കെ തുറന്നു. കണ്ടുണ്ണിയുടെ സെല്ലിൽ കൊണ്ടുപോയി. ഒരു ഫാദർ നിൽക്കുന്ന പോലെ, ഒരു 2 സ്ട്രേഞ്ചേഴ്സ് നിൽക്കുന്ന പോലെ ആയിരുന്നു അവർ തമ്മിലുള്ള ഫസ്റ്റ് ആ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. വെള്ളായപ്പൻ മകനെ എംബ്രേസ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെന്താണ്, മകൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ആരെങ്കിലും കൊന്നോ, നീ എന്താണ് ചെയ്തത്? അപ്പോൾ മകൻ പറയുവാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വെള്ളായപ്പൻ പറയുന്നുണ്ട്, പേജ് നമ്പർ 55 ലാസ്റ്റ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ദർ ഇസ് നത്തിങ് ടു റിമെമ്പർ എനിമോർ. ഇനി നീ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, അടുത്ത ദിവസം നിന്നെ തൂക്കിലേറ്റാൻ പോവുകയാണ്. സോ അതിനെക്കുറിച്ചൊന്നും നീ ഓർക്കണ്ട. അപ്പോൾ മകൻ തിരിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്, വിൽ യു റിമെമ്പർ മൈ പെയിൻ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അയാൾ കരയുന്നുണ്ട്. എന്താണ്, എന്നെ തൂക്കിലേറ്റാൻ സമ്മതിക്കല്ലേ അച്ഛാ എന്ന് പറഞ്ഞ് ഇദ്ദേഹം കരയുന്നുണ്ട് കണ്ടുണ്ണി. തിരിച്ച് വെള്ളായപ്പൻ ഇറങ്ങി. ടൈം ഓവർ എന്ന് പറഞ്ഞു. തിരിച്ച് വെള്ളായപ്പൻ ഇറങ്ങി. കണ്ടുണ്ണി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളായപ്പൻ പോകുന്നത്. അപ്പോൾ അപ്പം വെള്ളായപ്പൻ മനസ്സിലിങ്ങനെ പറയുവാണ്, എൻ്റെ മകൻ ഇന്ന് ഉറങ്ങുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെയാണ് തൂക്കിലേറ്റ് ചെയ്ത്. അപ്പം ഗാർഡ്സ് വന്ന് ചോദിച്ചു, അതായത് ഒരു കുഞ്ഞിനെ എടുക്കുന്നതാണ്, വയറ്റാട്ടിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്ന പോലെയാണ് ഡെഡ് ബോഡി ഏറ്റുവാങ്ങിയത് വെള്ളായപ്പൻ. അപ്പോൾ ഫ്യൂണറൽ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, പോലീസുകാരൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വേണ്ട, ബോഡിയും വേണ്ട, കാരണം എൻ്റെ കയ്യിൽ പൈസയില്ല. സോ അവിടെ തന്നെ സംസ്കരിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ അവിടെ തന്നെ പോയി സംസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു സീ ഷോറിലെത്തി, ഓഷ്യൻ്റെ മുമ്പിലെത്തി. ആദ്യമായിട്ടാണ് വെള്ളായപ്പന് കടൽ കാണുന്നത്. വെള്ളായപ്പൻ എന്ത് ചെയ്തു, മകന് കൊണ്ടുപോയ പൊതിച്ചോറെടുത്ത് കാക്കകൾക്ക് കൊടുത്തു.
കാക്കകൾ അത് എന്ത് ചെയ്തു, മറ്റേ എന്താണ് പൊതിച്ചോറ് കഴിച്ചു. ഓക്കെ, അപ്പം ആ ഒരു പൊതിച്ചോറിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിയുമ്പോൾ നമ്മൾ, അതായത് ആളുകൾക്ക് ഈ ഒരു ചടങ്ങുണ്ടല്ലോ, കാക്കകളെ കൊണ്ട് ഇത് കൊടുക്കുന്നത്, സഞ്ചയനത്തിൻ്റെ അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കുമല്ലോ, ഫുഡ് കൊടുക്കുമല്ലോ. സോ അദ്ദേഹത്തിൻ്റെ മകൻ്റെ എന്താ പറയുക, ലാസ്റ്റ് പൊതിച്ചോറായിരുന്നു മകന് വേണ്ടി മാറ്റി വെച്ചിരുന്നത്. ഇപ്പോൾ അത് കാക്കയ്ക്ക് കൊടുത്തു. അതൊരു റിച്വൽ നടത്തുന്ന പോലെ, ഒരു കസ്റ്റം പോലെ, മരിച്ചു പോയിട്ട് ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ കാക്കകൾ ആത്മാക്കളായിട്ട് വന്ന് ചോറ് തിന്നും എന്നല്ലേ പറയുന്നത്. സോ ആ ഒരു ഇമേജ് വെച്ചിട്ടാണ് നമ്മുടെ റൈറ്റർ എൻഡ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗ്രീഫിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്. ഗ്രീഫ് അപ്പോൾ ആദ്യം തൊട്ട് എഴുതുക. നേച്ചറിൻ്റെയും, അതായത് രണ്ടുപേരെ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അമ്മണിയുടെ കരച്ചിൽ, പൊതിച്ചോറിനകത്ത് കണ്ണീര് വീഴുന്നത്, കുട്ടി ഹസനെ കാണുന്നത്, നീലിയെ കാണുന്നത്, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അത് പിന്നെ റിമെമ്പർ ചെയ്യുന്നത്, നദിക്കരയിലോട്ട് പോകുമ്പോൾ അത് റിമെമ്പർ ചെയ്യുന്നത്, മെമ്മറീസ്, അല്ലാതെ ട്രെയിനിലിരിക്കുമ്പോൾ ഓർക്കുന്നത്, ട്രെയിനിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ആളുകൾ വന്ന് സംസാരിക്കുന്നത്, അതൊക്കെ ഇതിനകത്ത് എഴുതാം. പിന്നെ ആ ഒരു എന്തിനെക്കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്റ്റോറി ഓഫ് ഗ്രീഫാണ്. ആക്ട് ഓഫ് റിമെമ്പറിങ് അല്ലെങ്കിൽ മെമ്മറീസിലൂടെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ എമർജൻസി പീരീഡിലുള്ള പോലീസ് ബ്രൂട്ടാലിറ്റിയെക്കുറിച്ച് പറയാം. രാജൻ കേസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പറയണം. പിന്നെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിലുണ്ടായ ആ ഒരു റിയാക്ഷൻ, ആ ഒരു ക്രൂവലായിട്ടുള്ള പോലീസിൻ്റെ അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഈ കണ്ടുണ്ണിയെ എന്താണ് എക്സിക്യൂഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് കണ്ടുണ്ണിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ആ കേസിൻ്റെ കാര്യം പറയാം. കേസ് എന്താണെന്ന് നമുക്കും അറിയത്തില്ല, റീഡേഴ്സിനും അറിയത്തില്ല. പിന്നെ ഇതൊരു കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ടോണിലാണ് എഴുതിയിരിക്കുന്നത്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടോണിലാണ് എഴുതിയിരിക്കുന്നത്. ആളുകൾ ഫേസ് ചെയ്യുന്ന ഇൻജസ്റ്റിസിനെതിരെയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോയേക്കുന്നത്. സോ ക്രിട്ടിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആ രാജൻ കേസിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. സോ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം.